ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിന്റെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ പാതിരാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഉദയഭാനു ആണെന്നുണ്ടെങ്കിൽ വിഷുവൊക്കെ അല്ലേ, എല്ലാവരും കണിയൊക്കെ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങണമെന്ന് നമ്മുടെ ഉദയഭാനു നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉദയഭാനു പമ്മി 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 വേഗം തന്നെ ബാലന്റെ റൂമിലേക്ക് പോവാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും എന്തോ ഒരു പാത്രം നിലത്ത് വീഴുന്നു, ഭയങ്കര ശബ്ദം ഉണ്ടാവാട്ടോ. ബാക്കി ആരും അവിടെ എഴുന്നേക്കുന്നില്ല. പക്ഷെ ദേവിക്ക് നന്നായിട്ട് ദേവിയുടെ അച്ഛനറിയാം ഇന്ന് അയാൾ എന്തെങ്കിലും അവിടെ പണി ഒപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ദേവിയാണെന്നുണ്ടെങ്കിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അച്ഛനെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ദേവി വിചാരിച്ച പോലെ തന്നെ ഉദയഭാനു ബാലന്റെ റൂമിൽ കയറുന്ന കാഴ്ചയാണ് ദേവി കാണുന്നത്. ദേവി വേഗം തന്നെ ഉദയഭാനുനെ കൈ പിടിച്ചിട്ട് മുറ്റത്തേക്ക് വലിച്ചിറക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അച്ഛനെ മതിയായില്ലേ അച്ഛാ, എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഉദ്ദേശം ഇതായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ ഇത്ര നേരം കാത്തിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ വൈകിയത് എന്ന് ആലോചിക്കായിരുന്നു. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അല്ലേ. നാണം കേട്ട അച്ഛ, ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. പണം ഉണ്ടാക്കണമെങ്കിലേ കൂലിപ്പണി എടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്ക്. അല്ലാതെ കട്ടും മോഷ്ടിച്ചും മറ്റുള്ളവർ നുണ പറഞ്ഞിട്ടും അല്ല, അതൊന്നും നിലനിൽക്കില്ല. എന്റെ ജീവിതം ഇവിടെ കുളം തോണ്ടി വഴിയാധാരാവാൻ പോയി കിടക്കാണ് ഞാൻ. ആ സമയത്ത് അച്ഛൻ ഇപ്പോഴും അച്ഛന്റെ പഴയ സ്വഭാവം തന്നെയല്ലേ, എത്ര പണിയിട്ടാലും മതിയാവില്ലേ. അച്ഛന്റെ പേരക്കുട്ടിയാണ് അച്ഛൻ മരിച്ചത്, അതിന്റെ പോലും ഒരു അച്ഛനൊരു വിഷമവും അച്ഛനൊരു കുറ്റബോധവും ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കും. മോളെ, അത് ഞാൻ പിന്നെ മിണ്ടിപ്പോരുത്. ഇപ്പൊ ഈ രാത്രി ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അയ്യോ, അപ്പൊ ഗോമതി ചേച്ചി ഞാൻ എന്തു പറയും? ഗോമതി അമ്മയുടെ അടുത്തൊക്കെ ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞോളാം. നിങ്ങൾക്ക് പെട്ടെന്ന് അമേരിക്കയിൽ നിന്നൊരു കോൾ വന്നു, ഓസ്ട്രേലിയയിൽ നിന്നൊരു കോൾ വന്നു, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞോളാം. ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ദേവി രാത്രി തന്നെ തന്റെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞയക്കുക കേട്ടോ. പക്ഷെ ഉദയഭാനു അതുകൊണ്ടൊന്നും തീർന്നില്ല. നമ്മുടെ മീനാക്ഷിയുടെ കമ്പനിയല്ല, സോറി, മീനാക്ഷി വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വന്നിട്ട് അച്യുതൻ പിന്നെയും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എടി, ഞാൻ ഉണ്ടാക്കാൻ പോണ കമ്പനിക്ക് നേരെ നീ സ്റ്റേ വെച്ചില്ലേ, ആ സ്റ്റേ അഴിക്കണ രീതിയിൽ ഞാൻ ചെയ്തപ്പോ അതിന് മോളിൽ നീ സ്റ്റേ വെച്ചില്ലേ, നിന്നെ കൊണ്ട് പണി തരോടി എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നല്ലോ. അതിനുശേഷം ഈ മീനാക്ഷിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് തന്നെ മീനാക്ഷി കൈക്കൂലി വാങ്ങിച്ചത് പറഞ്ഞ രീതിയിൽ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാട്ടോ. അത് കൈക്കൂലി എന്ന് പറഞ്ഞ ഒരു പരാതി ഇങ്ങനെ കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അത് കൈക്കൂലി ആക്കി മാറ്റി ഇവര്. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചിട്ട് മീനാക്ഷിക്കെതിരെ നടപടി എടുക്കാണ്. മീനാക്ഷി ജയിലിലേക്ക് ആവുകയാണ്. അതേസമയം ഇനി ഞാൻ പറയാൻ പോണത് ഇത്ര നമ്മുടെ മലയാളത്തിൽ പ്രൊമോയിൽ കാണിച്ച ഭാഗമാണ്. ഇനി ഞാൻ പറയാൻ പോണത് തമിഴിലൊരു ഭാഗം കേട്ടോ. ഈ ഉദയഭാനുണ്ടല്ലോ വലിയൊരു ദുഷ്ടത്തരം കാണിക്കുന്നത് കേട്ടോ. ഇതുവരെ കാണിച്ച ദുഷ്ടത്തരമൊന്നുമല്ല, ഇതിനപ്പുറം ഒരു ദുഷ്ടത്തരം കാണിക്കാൻ പോകുന്നുണ്ട്. അതെന്താണെന്നല്ലേ, ഈ നമ്മുടെ കൃഷ്ണമംഗലത്തെ അച്യുതന്റെ ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ മീനാക്ഷിനെ പെടുത്താൻ വേണ്ടി പോകാണ്. വേറൊന്നുമല്ല, മീനാക്ഷി സൈൻ ചെയ്താൽ മാത്രമാണ് അച്യുതനും ഇയാളും കൂടി ചെയ്യാൻ പോണ ആ ഒരു പ്രൊജക്ടിന് അവർക്ക് വിചാരിച്ച പോലെ റിസോർട്ട് പണിയാൻ പറ്റുള്ളൂ. അപ്പൊ മീനാക്ഷി കയ്യിൽ നിന്ന് ഒപ്പ് മേടിക്കണമല്ലോ. പക്ഷെ മീനാക്ഷി കയ്യിൽ നിന്ന് ഒപ്പ് മേടിക്കാൻ സുഖമായിട്ട് ദേവിക്ക് സാധിക്കുമെന്ന് നമ്മുടെ ഇയാൾക്ക് ഉദയഭാനുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉദയഭാനു മീനാക്ഷിനെ കബളിപ്പിച്ചിട്ട് മീനാക്ഷിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു സൈൻ മേടിക്കാൻ വേണ്ടി നോക്കാണ്. മീനാക്ഷി വലിയ ബുദ്ധിമതിയാണെങ്കിൽ പോലും ഇവിടെ പണി പാളിപ്പോവാട്ടോ. അങ്ങനെ ഉദയഭാനു കാരണം മീനാക്ഷിക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം മീനാക്ഷി ജയിലിൽ കിടക്കാൻ വേണ്ടി പോവാട്ടോ. ജയിലിൽ കിടന്നതിന് ശേഷം ആ സമയത്താണെങ്കിൽ ബാലിന് ആരും അവിടെ ഇല്ല. മീനാക്ഷി ഒരു ദിവസം ഫുള്ളും ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞ് ബാലിനെ എങ്ങനെ വിളിക്കും? അപ്പൊ ഉദയഭാനത്ത് സഹായം ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗോമതി. ഉദയഭാനു സാർ വലിയ മനുഷ്യനല്ലേ, എങ്ങനെയെങ്കിലൊക്കെ മീനുമോളെ ഒന്ന് പുറത്തെടുക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഉദയഭാനുക്ക് ഒരു കുന്തം അറിയില്ലല്ലോ. അതിനെന്താ ഗോമതി ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ ഞങ്ങളുടെ CM-നെ വിളിക്കാം, ഇപ്പൊ തന്നെ ഇവിടുത്തെ ആളെ വിളിക്കാം, മെമ്പറെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ തടി തപ്പി അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് ദേവിയെടുത്ത് വീണ്ടും ഗോമതി ചോദിക്കണം, മോളുടെ അച്ഛൻ CM-നെ വിളിക്കാന്ന് ഒന്നും നടന്നില്ലല്ലോ മോളെ, എന്താ മോളെ, മോളുടെ അച്ഛനെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ, എന്താ മോളെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് കേട്ടോ. അച്ഛൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം തനിക്ക് ഇതിന്റെ ഒരു പ്രശ്നമായി കുടുംബത്തിൽ പ്രശ്നം വന്നപ്പോഴേക്കും എല്ലാവരും സഹായം ചോദിച്ചപ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പൊ അതും കൂടിയായിട്ട് നമ്മുടെ ദേവിക്കാകെ ഭ്രാന്ത് പിടിക്കാട്ടോ. അതും നമ്മുടെ ഗോമതിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഉദയഭാനു, ഞാൻ മീനാക്ഷിനെ ഇറക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മീനാക്ഷിനെ ഇറക്കുന്ന സമയപ്പോഴേക്കും അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.